Hi friends, welcome back. Rava വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അത് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി കൂടി അതിന്റെ കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ. അതിന് ശേഷം അതിന്റെ ഫീഡ്ബാക്കും കൂടി എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതാ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് റവ എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് റവയാണ്. അത് വർക്കൊന്നും ചെയ്യാത്ത സാധാ റവ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് മൈദപ്പൊടിയും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലൊരു പശുപശപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൻ്റെ കൂടെ മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതാ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. പിന്നെ നമ്മളിതിലേക്ക് ഈ മിക്സ് ചെയ്ത മിക്സിയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 കപ്പ് തൈരാട്ടോ. അധികം പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് എടുത്താൽ മതി. അല്ലാണ്ട് അങ്ങ് പുളിയായാൽ പിന്നെ ആ ഒരു സ്നാക്സിനും പുളിപ്പ് കൂടുതലുണ്ടാവും. അപ്പോൾ അല്ലാണ്ട് പുളിപ്പില്ലാത്ത തൈര് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വെള്ളം കുറവായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക ഇതെല്ലാം കൂടെ. അപ്പോൾ അതാ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഈ ഒരു വെള്ളമാണ് നമുക്കിതിലേക്ക് വേണ്ട കേട്ടോ. കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളിതൊരു 20 മിനിറ്റ് ഒന്ന് പുതിരാനായിട്ട് വെക്കണം. എന്താ വെച്ചാൽ റവ ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പുതിരാനായിട്ട് നമുക്ക് ഒരു കുറച്ച് ടൈം ഒന്ന് വെക്കണം കേട്ടോ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്തിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിലേക്കുള്ള ചട്നി ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മിക്സിയുടെ ആ ഒരു പൊടിക്കുന്ന ജാറുണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം വറുത്തെടുത്തിട്ടുള്ള കടലപ്പൊട്ടില്ലേ, അതാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഒരു 1/4 കപ്പോളം തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതാ ഒരു മൂന്ന് കഷ്ണമൊക്കെ പുളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള എരിവ് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് അതേപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വലുപ്പത്തിൽ എടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പാണ്. അപ്പോൾ ഞാൻ കുറഞ്ഞൊരു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ. പിന്നെ അതാ ഒരു 3 ടീസ്പൂണോളം മല്ലിച്ചപ്പ് വേണം. പിന്നെ 2 ടീസ്പൂണോളം പുതിനയുടെ ഇല കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഇട്ട് കൊടുക്കണം ഒരു അളവ് നോക്കിയിട്ട്. പിന്നെ നമുക്കത് അരച്ചെടുക്കാനായിട്ടുള്ളൊരു വെള്ളം കൂടി. അപ്പോൾ ഞാൻ 1/2 കപ്പിൻ്റെ മേലെ കണ്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ ഇതാക്കി എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കടുകും അതേപോലെ തന്നെ കരിവേപ്പിൻ്റെ ഇലയും ഒന്ന് കുറഞ്ഞ വെളിച്ചെണ്ണയിലൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതങ്ങ് അതിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയുടെ പകുതി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് അത് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതാ ഒരു 3 ടീസ്പൂണോളം മല്ലിച്ചപ്പ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും പിന്നെ ഒരു 3 അല്ലി കരിവേപ്പിൻ്റെ ഇല ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ അതാ ഒരു ടീസ്പൂണോളം ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും പിന്നെ ഒരു ടീസ്പൂണോളം തന്നെ ചെറിയ ജീരകം കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. എന്താ വെച്ചാൽ ആ ഒരു റവ ഒക്കെ നന്നായിട്ട് കുതിർന്ന് വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് ടൈറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് കുറഞ്ഞ വെള്ളം കൂടി വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമുക്ക് മാവ് വേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അല്ല, മാവ് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ആവണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ട് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ അതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ താഴ്ഭാഗം ഏകദേശം ഇങ്ങനെ കളർ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ തിരിച്ചിട്ടിട്ട് ആ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ അതാ നമ്മുടെ സ്നാക്സ് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് കോരിയെടുക്കുകയാണ്. ഇതുപോലെ അങ്ങ് കോരിയെടുക്കുക. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ
അപ്പോൾ അത് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗാർണിഷ് ചെയ്യാൻ കുറച്ച് മല്ലിച്ചപ്പൊക്കെ അതിന് മുകളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ നമുക്ക് ഈവനിങ്ങിൽ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ചട്നിയും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ തന്നെ സിമ്പിളല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.